ഞാൻ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നവളാണ്. അമ്മയും ചേച്ചിയായിട്ടുള്ള ബോണ്ട് ഞാൻ നശിപ്പിക്കും. ചേട്ടന് കിട്ടേണ്ട പെണ്ണല്ല ഞാൻ. പേഴ്സണലി എന്നെ അത് ബാധിച്ചിട്ടുണ്ട്. കൂട്ടുകുടുംബമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ല. എങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആക്കണം, അവരെ പ്രൈവറ്റ് പ്ലേസിലാക്കി കൂടി, നിങ്ങൾ എന്തിനാ അതിന്റെ ഇടയിൽ പോകണം, അങ്ങനെയൊക്കെ ഉള്ള കമന്റ്സുകളാണ് കൂടുതൽ. ഏതൂര് ചേച്ചിയാണ് ഏട്ടത്തിയമ്മയെ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ ചേട്ടനെയും കൊണ്ട് പോകണം. ഇത്രയും കാലമായിട്ട് നെഗറ്റീവ് കമന്റ് നമുക്ക് ഇല്ലായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം അനുവിന്റെ ഫേസ് കാണിച്ചേ പിന്നെ അങ്ങനെ കമന്റ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടില്ലാത്തത് എത്രത്തോളം പെയിൻ ഉണ്ട്? അത് ഞാൻ പുറത്തങ്ങനെ കാണിക്കൂല, മാക്സിമം ഉള്ളിൽ അങ്ങനെ വച്ചിരിക്കും. ചേച്ചി പറയും എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു എനിക്ക്. മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ പറയും. ചേച്ചി ഇങ്ങനെ ചേട്ടനെ വിളിച്ച് ചേട്ടാ ഞാൻ ഇതുപോലെ 1 മാസത്തിൽ വന്ന് ഞാൻ കാണട്ടെ ചേട്ടനെ ഇന്നത്. അപ്പം ചേട്ടൻ പറയും വേണ്ട വരണ്ട. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചേട്ടനെ വിളിച്ച് ഇന്ന് ചേട്ടാ വന്ന കുഴപ്പമൊന്നും 1 മാസത്തിൽ ഒരിക്കലും ചേച്ചി വന്നിട്ട് പോണ കുഴപ്പമില്ല, വന്നിട്ട് പോയിട്ട് ഞാൻ ഇവിടെ നിൽക്കണ്ടേ, പിന്നെ എനിക്കത് പറ്റൂല. വരാൻ നേരത്താണ് ഇവരെല്ലാം വിളിക്കും. അതിരെ കൊണ്ടുവരണം, ലക്കിയെ കൊണ്ടുവരണം, നിക്കിയെ കൊണ്ടുവരണം, അച്ഛനെ കൊണ്ടുവരണം. വരാൻ നേരത്ത് വിളിക്കും, പോവാൻ നേരത്ത് വിളിക്കൂല, വരണ്ടെന്ന് പറയും. കാരണം എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. ചേട്ടനില്ലാത്തൊരു വലിയ മിസ്സിംഗ് തന്നെ അല്ലേ? ചേട്ടൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈബായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും തലേദിവസം മുമ്പേ കിച്ചോട് ഇന്നത് ചെയ്യണം, ഇന്നത് എടുക്കണം. പിന്നെ അനുവിന്റെ വീട്ടിൽ വിളിച്ചു, അവരൊക്കെ എപ്പോൾ വരും, എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറയണമെങ്കിലും ഞാൻ ചെയ്യുന്ന മുമ്പ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ചേട്ടൻ. 8 വർഷം അങ്ങനെ ജീവിച്ചില്ല, ഇത്രയും വർഷം കൂടെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ആരാണ്? പെട്ടത് ഞാനിപ്പോ ജിമ്മിൽ പോയി തുടങ്ങി. ഇപ്പൊ ഡയറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ പറഞ്ഞ ക്യാരറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചപ്പാത്തി എന്നിട്ട് ഒറ്റയ്ക്ക് കൊണ്ടിട്ട് കഴിച്ചിട്ട് ഞാൻ കണ്ട ഇത് ഞാൻ കഴിച്ചു. അപ്പൊ അതിന്റെ അത് കഴിച്ചിട്ട് ഞാൻ ചേച്ചി മാറ്റി. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് കിട്ടിയത് എങ്ങനെയാ? ചേട്ടന്റെ നേരത്തെ പോയി ഓർഡർ ചെയ്ത് മോതിരം ജ്വല്ലറി പോയി നമ്മൾ വാങ്ങിയിട്ട് വെളിയിൽ കൊണ്ട് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി വിളിച്ചു പറഞ്ഞു ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്ത് ആ പയ്യ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്, അത് പോയി എടുക്കാൻ പറഞ്ഞു. അത് ഏറ്റവും ഫ്ലോപ്പായി. ചേച്ചി അകത്തോടെ സാധനം വെച്ചിട്ടുണ്ട് മോതിരം ഒന്ന്. പിന്നെ ചേച്ചി ഒന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ ചേച്ചി ഒന്ന് അഭിനയി അതുപോലെ ഒന്ന്. ചേച്ചി അഭിനയിച്ചു. അവൻ എന്നെ വിളിച്ചെങ്കിൽ ചീത്തൊന്നും. നേരത്തെ അനുവില്ലേ, അനു ഫോൺ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അനുവിനോട് ദേഷ്യപ്പെടുകയും ചെയ്യും, നീ കാര്യത്തിൽ നിൽക്കുമ്പോഴേക്കും അനു വിളിക്കുന്നത് കല്യാണത്തിന് മുമ്പ്. അപ്പോൾ എന്നോട് പറയും ചേട്ടനെ കണ്ടുപഠിക്കണം, ചേച്ചി എടുത്ത് ഭയങ്കര സ്നേഹമാണ്, കണ്ട വീട്ടിലാണെങ്കിൽ ഒരു ഇതും ഇല്ല കണ്ട. അപ്പൊ ഞാൻ പറയും നീ ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റുകൾ എനിക്കൊന്ന് പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ഫാമിലിയാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അത് തന്നെ ഹാപ്പി ഓണം. ഉഷാറിന് ചെറിയൊരു കുറവുണ്ട്, കൂട്ടണം നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് പ്രത്യേകതയുള്ള ഓണാണ്, അത് എന്താണ് ഇത്ര പ്രത്യേകത ഈ ഓണത്തിന്? നിങ്ങൾ തന്നെ പറയൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ്. പിന്നൊരു വിശേഷം കൂടി ഉണ്ട്, വീട് വെച്ചിട്ട് വീടും കൂടെ വെച്ചിട്ടുള്ള ഓണാണ്. നിങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ഉള്ള ഓണാണ്. സോ കല്യാണത്തിന് മുമ്പ് ഒരുപാട് പ്ലാനുകൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവും. കല്യാണത്തിന് ശേഷം അത് സക്സസ് ആവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? എന്താ പറയുന്ന ഈ ഓണത്തിന് അനുവിന്റെ വീട്ടുകാരും പിന്നെ ഒരേ ഇതെന്ന് തോന്നുന്നത് ചേട്ടൻ ഇല്ലാത്തതാണ്. അതെ, ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെ ഇനി അടുത്ത ക്രിസ്മസ് കുറച്ചും കൂടി ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്നാണ്. ചേട്ടന്റെ വരവാണ് ശരിക്കും ഇവര് മിസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ചേട്ടൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈബായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും തലേദിവസം മുമ്പേ കിച്ചോട് ഇന്നത് ചെയ്യണം, ഇന്നത് എടുക്കണം. പിന്നെ അനുവിന്റെ വീട്ടിൽ വിളിച്ചു, അവരൊക്കെ എപ്പോൾ വരും, എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറയണമെങ്കിലും ഞാൻ ചെയ്യുന്ന മുമ്പ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ചേട്ടൻ. ശരി, ചേട്ടനില്ലാത്തൊരു വലിയ മിസ്സിംഗ് തന്നെ അല്ലേ? ലാസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ രസമായിരുന്നു. എനിക്ക് 2 കപ്പിൾസിന് ഇന്റർവ്യൂ ചെയ്ത ആ ഒരു ഫീൽ ഉണ്ട്. സോ മിസ് ചെയ്തു, ഞാനും ചേട്ടനെ മിസ് ചെയ്യുന്നു. ചേട്ടനെ കൊണ്ടെങ്കിൽ വൈബായേനെ. ആൻഡ് ഇപ്പൊ ഓണത്തിന് ഒരുപാട് പ്ലാൻസ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് നിങ്ങൾ ഈ ഓണം എന്ന് ഓർക്കുമ്പോൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം? ഈ ഓണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ചേച്ചിയൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. സർപ്രൈസിന്റെ ആളാണല്ലേ? പിന്നെ ഞങ്ങളുടെ ഒരു ഡ്രീമാണ്
പാലിയേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം, അതെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം, അച്ഛനും അമ്മയും അമ്മാമ്മയും അപ്പച്ചനെയും അനിയത്തിയൊക്കെ വിളിച്ചിട്ട് ഒരു സദ്യ വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കണം, പുതിയ വീട്ടിൽ വെച്ച്. ആ പിന്നെ ഒരേ ഒരു മിസ്സിങ് സന്ധ്യമായിട്ട് ഇല്ലാത്തത് തന്നെയാണ്. വിഷമം എന്ന് പറയുന്നത് എല്ലാം ഓക്കെയാണ്. ബാക്കിയെല്ലാം ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ചേച്ചി ഓണത്തിന് വേണ്ടി എന്തൊക്കെയോ സർപ്രൈസുകൾ ഒരുക്കും എന്ന ആഗ്രഹത്തിലാണ് ഇവര് നിൽക്കുന്നത്. ശരിക്കും പ്ലാനിങ് തുടങ്ങിയോ? പ്ലാനിങ് ഉണ്ട്. അനുവിന്റെ വീട്ടിലുള്ള എല്ലാരെയും വിളിക്കണം. അങ്ങനെ നമ്മൾ 2 ഫാമിലി ഒരുമിച്ച് സദ്യയൊക്കെ വെച്ചിട്ട് ഒരുപാട് ടാസ്കുകൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓണക്കളികളൊക്കെ ഉണ്ടല്ലോ പഴയ കാലത്തൊക്കെ നടത്തുന്നത്. അവരുടെ കുട്ടിക്കാലത്തൊക്കെ കുറേ കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കില്ല, അതൊക്കെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. കുറച്ച് ഫണ്ണി ആയിട്ട് എങ്ങനെയെങ്കിലും. ഞാൻ നോക്കുന്ന സമയത്ത് കല്യാണ സമയത്ത് വന്നപ്പോ ടോപ്പിക്കില് അനു ചിരിക്കുന്നില്ല എന്നതായിരുന്നു പ്രധാന വിഷയം ഉണ്ടായത്. ഇപ്പൊ വിഷയങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് വന്നപ്പം എനിക്ക് നിങ്ങളുടെ ഫാമിലിനെ ഞാൻ അടുത്തറിഞ്ഞു, സംസാരിച്ചു. നല്ലൊരു ഫാമിലി, ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. സോ ഇപ്പത്തെ നെഗറ്റീവ് കമന്റ്സ്, നമ്മള് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. സോ ഇത് നിങ്ങളെ ബാധിക്കാറുണ്ടോ ശരിക്കും? എന്റെ കാര്യം എന്ന് വെച്ചാല്, ഞാൻ ആദ്യമായിട്ട് എനിക്ക് അറിയില്ലല്ലോ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പം ചിരിച്ചെന്ന് വെച്ചാൽ അന്ന് 1 ആഴ്ച 2 ആഴ്ച മുന്നേ ഞങ്ങൾ ഒരുപാട് ഷൂട്ട് കാര്യങ്ങൾ, കല്യാണത്തിൻ്റെ തിരക്കുകളൊക്കെ ആയിരുന്നു. അത് വെച്ചിട്ടാണ് ഭയങ്കര ടയേർഡായിരുന്നു. കല്യാണത്തിൻ്റെ അന്നും റിസപ്ഷൻ കഴിഞ്ഞിട്ട് 12 മണി 1 മണിയായി, വീണ്ടും 3 മണിക്ക് അടുത്ത് കല്യാണത്തിൻ്റെ മേക്ക് ഓവറിന് പോയി. അങ്ങനെയൊക്കെയാണ്. ചിരിച്ചതൊന്നും സോഷ്യൽ മീഡിയയിൽ അവർ എടുത്തിട്ടില്ല, വന്നിട്ടില്ല. പിന്നെ ഒരുപാട് പേര്, ഞങ്ങൾ അറിയാത്ത ഒരുപാട് പേര് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഞാൻ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നവളാണ്. ആ ചേച്ചി കണ്ടു കാണുമല്ലോ, അമ്മയും ചേച്ചിയായിട്ടുള്ള ബോണ്ട് ഞാൻ നശിപ്പിക്കും, ചേട്ടന് കിട്ടേണ്ട പെണ്ണല്ല ഞാൻ, അങ്ങനെയൊക്കെ തന്നെ ഒരുപാട്. പേഴ്സണലി എന്നെ അത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു സമയത്ത് താർ ഓട്ടിക്കുന്ന ഒരു വീഡിയോയിൽ അവർ ക്യാമറ ചേട്ടൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇടാൻ, ഞാൻ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ടു. അത് കണ്ടിട്ട് കുറേ ഞാൻ കുടുംബം 2ആക്കാൻ വന്നവളാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ഇട്ടവരുണ്ട്. പിന്നെ ചേട്ടനോടും ചേച്ചിയോടൊക്കെ പറയുമ്പം അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഇപ്പം കുഴപ്പമില്ല. സങ്കടപ്പെടുത്തിയ ഒരുപാട് കമന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പം അവരൊക്കെ നല്ലത് പറയുന്നുണ്ട്, നല്ല കമന്റ്സ് ഇടുന്നുണ്ട്, സന്തോഷം. എനിക്ക് അനു വരുന്നത് നിങ്ങൾക്കായിരിക്കും കുറച്ച് ടെൻഷൻ കൂടുതൽ ഉണ്ടാവുക. ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരാള് നിങ്ങൾ 5 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ഇതുവരെ നമുക്ക് നെഗറ്റീവ് കമന്റ് അല്ലേ ചേച്ചി? നമ്മൾ എനിക്ക് നമ്മളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് നെഗറ്റീവ് കമന്റ് നമുക്ക് ഇല്ലായിരുന്നു. കൊച്ചുള്ള വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്നാലും അനുവിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ അനുവിന്റെ ഫേസ് ഇങ്ങനെയാണ്, അനു ചിരിക്കില്ല, കല്യാണം വീട്ടുകാർ സമ്മതിക്കുകയാണ്, കല്യാണം ഭയങ്കരമായിട്ട് കഴിക്കാൻ പോകുന്നത് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഒത്തിരി വന്നു തുടങ്ങി. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കമന്റ് ഒക്കെ പിന്നെ അങ്ങനെ. നേരത്തെ അങ്ങനത്തെ ഒരു കമന്റ് ഇത്രയും കാലമായിട്ട് ഞാൻ വീഡിയോയിൽ സീരിയസ് ആയിട്ട് പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു കമന്റ് വന്നിട്ടില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം അനുവിന്റെ ഫേസ് കാണിച്ചേ പിന്നെ അങ്ങനെ കമന്റായി. ഞാൻ അനു ചിരിച്ചില്ല, അനുവിന് സമ്മതമില്ലാതെ ഒരു കല്യാണം നടത്തുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണം കൂടെ ആയപ്പോൾ ശുഭം വിചാരിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അനുവിന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈ കമന്റ് ഒക്കെ കുത്തിയിരുന്ന് വായിക്കും. വായിച്ചിട്ട് ഞാൻ ഒരിക്കലാണെങ്കിൽ റൂമിലോട്ട് കയറി വന്നപ്പോൾ അനുവിന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മക്കൾ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുവിന്റെ അടുത്ത് ഇങ്ങനെ സങ്കടം പറയുന്ന പോലെയൊക്കെ തോന്നി. അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഇതുവരെ ചേട്ടന്റെ ഫാമിലിയെ കുറിച്ച് ആരും കമന്റ്സ് ഇങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ എൻഗേജ്മെന്റ് ഞാനുമായിട്ട് കഴിഞ്ഞപ്പം ഇവരുടെ ചാനൽ ഇങ്ങനെയുള്ള കമന്റ്സ് വന്നു തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് ഒരു ടെൻഷൻ, ഇനി എന്റെ മോള് ഇങ്ങനെ പോയിട്ടല്ലേ, അങ്ങനെ അമ്മ എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി. അപ്പൊ ഞാൻ അവർക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണെന്ന്. ഞാൻ പിന്നെ അനുവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോടാ, ഇതാണ് നീ പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെയാണ്, കുഴപ്പമില്ല, അതൊക്കെ പറഞ്ഞവരെ തിരുത്തി പറയേണ്ട ഒരു ഇതാവും. പിന്നെ അനുവിന്റെ വീട്ടിൽ ചെന്നാലും പറഞ്ഞ് ഓക്കെ ആക്കി. പിന്നെ അവർക്ക് ഭയങ്കര ഇതായിരുന്നു, വിഷമം. പിന്നെ അവരുടെ ഫാമിലിയിലുള്ളവർക്കെല്ലാം മെയിനായിട്ട് വീഡിയോസ് എല്ലാം കാണുന്നവരല്ലേ, ഈ കമന്റ് ഒക്കെ ഇങ്ങനെ വന്നപ്പോഴായിരുന്നാലും അവരെ മുഖത്ത് പറയാതെ പറഞ്ഞുകൊണ്ട് ചിരിക്കുമല്ലോ വീട്ടുകാർക്ക്, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു. കുഴപ്പമില്ല. അതിലൂടെ ഒരു കാര്യം മനസ്സിലായെന്ന് ചേച്ചി, 99% ആളുകളും മനുഷ്യന്മാരുടെ പുറമേ ഉള്ള ഒരു അപ്പിയറൻസ് കണ്ടിട്ടാണ് മനുഷ്യന്മാരെ വിലയിരുത്തുന്നത്. ആരുടെയും സ്വന്തം റിയൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാതെ വന്ന് കമന്റ്സ് ഇടും, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം കുഴപ്പമില്ല, അറിയാം. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ വീട് പാല് വെച്ച് കഴിഞ്ഞ് പിന്നെ ചേച്ചിക്കായിരുന്നു. ചേച്ചി അനുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ കേക്ക് വാങ്ങി കഴിച്ചില്ല, പിന്നെ എനിക്ക് ഞാൻ വീഡിയോ വെച്ച് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയുള്ള കമന്റ് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ യൂട്യൂബ് എടുത്ത് ഇപ്പൊ അതിന് 10-16 ഒരു ബ്ലോഗ് ആയിട്ടിട്ട് റിയാക്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ശരിയാണ്, അതിലൊരു മുഖം കണ്ട് ഞാൻ അങ്ങനെ തോന്നും,
അതിന് പിന്നെ എന്തിനാ കാല് വെച്ചാ വീട്ടിൽ കയറി വന്ന് അങ്ങനെയൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുന്നു എല്ലാവരും ആ വീഡിയോ എടുത്ത് വെച്ച്. ഇതിപ്പോ നിങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് അറിയാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് ഡെയിലി വീഡിയോസ് പകുതി കാണിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് മാത്രമേ നിങ്ങൾ കാണിക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് ജഡ്ജ്മെന്റൽ ആവാ, അത് ഈ കമന്റ്സ് എന്ന് പറയുന്ന ഒരു എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ, അതിനപ്പുറം വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഡീൽ ചെയ്യുന്ന പോലെ എടുക്കണമെന്നില്ല. സോ അതെങ്ങനെയാ ശരിക്കും നിങ്ങൾക്കിടയിൽ ഒരു കോൺവെർസേഷൻ എങ്ങനെ ബിൽഡ് ആവും? മെയിനായിട്ട് നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും റിയാക്ട്, ഞാൻ ഇത്രയും കാലമായിട്ട് അങ്ങനെ പറഞ്ഞ ചേച്ചിയെ പറഞ്ഞ അനുവിനെ പറഞ്ഞ അങ്ങനെ റിയാക്ട് ചെയ്തില്ല. ലക്കിയെ നിക്കിയെ പറയുമ്പോൾ മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ചിലരുണ്ട് ഈ കൊച്ചെന്തിനിങ്ങനെ നിൽക്കുന്നു മരിച്ചു പോയ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഒരു പയ്യനെന്തോ അങ്ങനെ കമന്റ് ഇടുക, അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായി. അങ്ങനെ കണ്ടപ്പോ അത് കുഞ്ഞിനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് ലക്കിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ ഞങ്ങളെ പുതിയ പാലിയാശ്ശേരി വീട്ടില് ഞങ്ങളെ വിളക്ക് വെച്ച് കയറിയപ്പോൾ ലക്കിക്കുട്ടനെ കൊണ്ട് ഞങ്ങൾ മൂന്നൂര് ഒരുമിച്ചാണ് കയറിയത്. അതിനൊരു കമന്റ് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മക്കളാകുന്നത് വരെയുള്ളൂ കൊച്ചിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ സ്നേഹം, അങ്ങനെയൊക്കെ കമന്റ്. അല്ല നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഫണ്ണായിട്ട് രീതിയിലും എന്ത് പറഞ്ഞാലും ഇതിൽ ഫണ്ണായിട്ട് രീതിയിൽ എന്തിനാ പ്രതികരിക്കണേ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഫണ്ണായിട്ട് രീതിയിൽ അങ്ങ് എടുക്കുകയുള്ളൂ. പിന്നെ കൊച്ചുള്ള പറയുമ്പോൾ മാത്രം നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാവും. അപ്പം ഞാനായിട്ട് കാണുകയാണെങ്കിൽ ചേച്ചി വിളിച്ച് ചേച്ചി ഇതെങ്ങനെയാണ്, ചേച്ചി റിയാക്ട് ചെയ്യും, ചേച്ചി മെസ്സേജ് ഇടും, ഞാൻ തിരിച്ചിടുക, അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മൾ സംസാരിക്കുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞ് ഇത്രയും കാലമായിട്ട് അനുവിനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ റിയാക്ട് ഒന്നും ചെയ്യാൻ പോലും. ഞാൻ അനുവിനോട് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, അവർക്ക് അറിയില്ലല്ലോ സത്യാവസ്ഥ എന്താണെന്ന്, കുഴപ്പമില്ല ഒന്നും പറയാൻ പോകണ്ട, അങ്ങനത്തെ രീതിയിൽ നിൽക്കുള്ളൂ. പിന്നെ ഇവര് പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ലേ, കൊച്ചു പിള്ളേർ അവരെന്താണ് അറിയുന്നത്, അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവത്തുള്ളൂ. ചേച്ചി എനിക്ക് പണ്ട് ഞാൻ ആ കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു, ഇപ്പൊ ഭയങ്കര സൈലന്റ് ആയി. ഞാൻ വിചാരിച്ചു ഇത്രയും നെഗറ്റീവ് കമന്റുകൾ അത് ഭയങ്കരമായിട്ട് പേഴ്സണലി ബാധിച്ചിട്ടുണ്ടോ? ഇല്ല നമുക്കറിയാലോ ആൾക്കാരുടെ ഓരോ എന്ന് വെച്ചാൽ ഒരിക്കൽ ഇവിടെ ആണെങ്കിൽ ഒരിക്കൽ അവിടെ, അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാരാണല്ലോ. എവിടെ എന്ത് ഉണ്ട് ആൾക്കാരുടെ ഇപ്പൊ എൻ്റെ മുഖഭാവം മാറി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അവിടെ അങ്ങനെ കമന്റ്സ് വന്നത്. ഞാൻ കേക്ക് വാങ്ങിയില്ല, എന്നിട്ട് കിച്ചു എനിക്ക് കേക്ക് തന്നു, പിന്നെ എന്നെയും കിച്ചുവിനെയും വെച്ചിട്ട് ബാഡായിട്ടുള്ള രീതിയിലൊക്കെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവര് ന്യൂലി മാരീഡ് കപ്പിളല്ലേ, നീ എന്തിനാ അതിൻ്റെ ഇടയിൽ കയറുന്നു, അങ്ങനെയൊക്കെ ഉള്ള കമന്റ്സ് മൈൻഡ് ചെയ്യൂല. മനസ്സിലാവും. ഈ കേക്ക് വാങ്ങിയത് നിങ്ങൾക്കിടയിൽ കുഞ്ഞൊരു മൊമെന്റ് ആയിരിക്കും. ആ വീഡിയോ അങ്ങനെയല്ല, ആദ്യം ചേച്ചി നിക്കി എടുത്തിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് അടുത്ത് കേക്ക് വാങ്ങുന്നുണ്ട്, ആ വീഡിയോ ഇല്ല, ആ വീഡിയോ അവർ എടുത്തില്ല. അവര് ആ കേക്ക് വാങ്ങാത്ത അത് മാത്രമേ കട്ട് ചെയ്ത പോസ്റ്റ് എടുത്തിട്ടുള്ള, അത് മാത്രമേ ഉള്ളത്. ശരിക്കും ചിലപ്പോൾ പകുതി വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ജഡ്ജ്മെന്റിലായി പോകുന്നത്. ചിലപ്പോ അതിന് ബാക്കി വേറെ കഥ ഉണ്ടാവും എന്നത് നമ്മൾ എത്ര പറയാൻ ശ്രമിച്ചാലും ഒരു ഭൂരിഭാഗം ആളുകൾ അത് വിശ്വസിച്ചു കഴിഞ്ഞു. ഒരാളുടെ ലൈഫിൽ നല്ലൊരു കാര്യം നടക്കുമ്പോഴത്തേനും അത് മോശപ്പെട്ട രീതിയിൽ കാണുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഒരു കാര്യം ചെയ്യുമെങ്കിലും നമ്മളുടെ ഒരു ഫേസ് ഒന്ന് മാറുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമില്ല, ഉടനെ അങ്ങ് സ്ഥാപിക്കുകയാണ് നമ്മുടെ മേലെ വെച്ച്. അതിന്റെ പിന്നിൽ അവർക്കിപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അന്ന് തലേദിവസം മൊത്തം അവിടെ ഓട്ടം തിരക്കും അങ്ങനെയൊക്കെ കാര്യമായിരിക്കും, ഡള്ളായിട്ട് ഇരിക്കുന്നു. കുഞ്ഞാണെങ്കിൽ ഭയങ്കര അവൾക്ക് ആൾക്കാർ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അവൾ എൻ്റെ കയ്യിൽ നിന്ന് വേറെ ആരുടെ കയ്യിലും പോകില്ല, ഫുൾ എൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരുന്നു മെയിനായിട്ട് വിളക്ക് കത്തിച്ച് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഫാനൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, അകത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ കയറുന്നത്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് കയറിക്കൊണ്ടിരുന്നപ്പോ ഭയങ്കര ചൂടായി ഭയങ്കരമായിട്ട് കരഞ്ഞു. അതൊക്കെയാണ് ഓരോരുത്തർക്ക് ഇഷ്ടമില്ലെന്ന്. ചേച്ചി അപ്പോഴേ കുറച്ച് വെളിയിറങ്ങി പോയിട്ട് വീണ്ടും അകത്ത് വരും, അവളെ കുറച്ചുനേരം കൊണ്ട് നടത്തിയിട്ട് അകത്ത് വരും, അങ്ങനെയൊക്കെയാണ്. അതിനൊക്കെയായിരുന്നു ഇഷ്ടമില്ലാത്തോട്ട് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെയുള്ള കമന്റുകളുടെ കാര്യം. ഇതിപ്പോ ഇപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിനെക്കാട്ടും ആളുകൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കാണുന്ന ആഗ്രഹങ്ങൾ തോന്നിയിട്ടുണ്ടോ? കൂട്ടുകുടുംബമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ല, എങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെയെങ്കിലും അവര് പ്രൈവറ്റ് പ്ലേസിലാക്കി കൂടി, നിങ്ങൾ എന്തിനാ അതിന്റെ ഇടയിൽ പോകണു, അങ്ങനെയൊക്കെ ഉള്ള കമന്റ്സുകളാണ് കൂടുതൽ. ഞാൻ ഇവരുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങളുടെ പ്രൈവറ്റ് പ്ലേസ് എടുക്കണം എന്നൊക്കെ പറയും. ഇവര് എനിക്കും ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു, ഒരു കമന്റ് ഏതൊരു ചേച്ചിയാണ്, ഏട്ടത്തിയമ്മയെ സൂക്ഷിച്ചോണം അല്ലെങ്കിൽ എന്റെ ചേട്ടനെയും കൊണ്ട് പോകും, അങ്ങനെ എന്തോ പറയും. എങ്ങനെ ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു? അത് ഞങ്ങള് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ അങ്ങനെയല്ല റിയൽ ആയിട്ട്. അതുകൊണ്ട് അല്ല, റിയാക്ട് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആളുകൾക്ക് അത് നമ്മളെ ഒട്ടും ഹേർട്ട് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്ന് അത് ചിന്തിക്കും. അതിന് ഇപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എനിക്ക് ഓൾറെഡി നിങ്ങളുടെ നേരിട്ട് വന്ന് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ കണ്ടോണ്ട് എനിക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കുന്ന അയ്യോ
നേരിട്ട് അറിയാത്ത ആളുകളാണെങ്കിലും ഇത്തരത്തിൽ കമന്റ്സ് ഇടണേന്നാണ്. സോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നാണ് ആളുകൾക്ക് അറിയേണ്ടത്. അത് ഇതോടുകൂടി തീരുമാനമാക്കിക്കോളാം. ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് എപ്പോഴും നമ്മളെ വീട്ടില് ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് വൈബാണ്. അനു വന്നതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചാണല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയാ ഇപ്പൊ നമ്മളിപ്പോ ഈ ഇറങ്ങി എല്ലാ മൂവികളും അനു വന്ന് അതിനു മുമ്പേ ഞാനും ചേച്ചി അച്ഛനും കൂടെ മൂവികളെല്ലാം കാണാൻ ഒരു പോകും. സിനിമയും വിടൂല. മൂവി വരുമ്പോ ഒന്ന് ഞാൻ പറയും ചേച്ചി ഇന്ന നമുക്ക് പോയാലോ എന്ന് പറയാ ആടെ പോവാ. അല്ലെങ്കിൽ അനു ചേച്ചി എടുത്ത് പറയും ചേച്ചി ഇന്ന പോ. അന്ന് തന്നെ നമ്മൾ പോയ അച്ഛനും അമ്മയും നമ്മളെല്ലാവരും ആയിട്ട് പോവുക. അങ്ങനെയാണ്. ആരെങ്കിലും ഒരാള് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ച് ചിന്തിച്ചാ ഇന്ന് പോലും കുഴപ്പമില്ല, നാളെ രാവിലെ പോവാം അല്ലെങ്കിൽ ഉച്ചയ്ക്കും, അങ്ങനത്തെ ഒരു ഇതില് നമ്മൾ പോകും. പിന്നെ നിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അമ്മയ്ക്ക് അപ്പൊ അച്ഛനെ കൊണ്ടുപോകത്തില്ല. അപ്പം നമ്മള് വീട്ടിൽ നിന്നിട്ട് അമ്മയ്ക്കും അച്ഛനും കൂടി ടിക്കറ്റ് എടുത്ത് കൊടുക്കുക. അവർ രണ്ടും പോയിട്ട് അങ്ങനെ. നമ്മളല്ലാതെ നിക്ക് വീട്ടിൽ ഇരിക്കുന്ന ടൈം ആണെങ്കിൽ നമ്മൾ 3 പേര് മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ 3 പേര് ലക്കിയും കൊണ്ടു. എന്നിട്ട് അച്ഛൻ ചോദിക്കും ഇവിടെ ഞാനും വരുന്നുണ്ട്, കുഴപ്പമില്ല അമ്മ വീട്ടിൽ നിന്നോളെന്ന് പറയും. അപ്പൊ അച്ഛൻ ടിക്കറ്റ് എടുക്കില്ല, നമ്മൾ മാത്രം പോകും. അത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അച്ഛൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കുക. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ഞാനേ നിങ്ങളൊന്ന് ഉഷാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഗെയിമാ കൊണ്ടുവരണേ. കാരണം നിങ്ങൾ ഈ ഉഷാർ എനിക്ക് കുറച്ച് കൂട്ടണം. ഓക്കെ, അപ്പൊ ഗെയിമിലേക്ക് പോവാം. ഓക്കെ, 2 പേരുടെ ഫോട്ടോ പതിപ്പിച്ചതുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഒരു ചോദ്യം ചോദിക്കും. അപ്പം ആരാണോ തോന്നുന്നത്, ഇതിൽ ആരാണോ ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവരുടെ ഫേസ് വേണം നമുക്ക് കാണിച്ചു തരാം. അതിന്റെ റീസൺ ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് എന്നോടാണോ ചോദിക്കുന്നത്? അല്ല, ഇവരോട് ചോദിക്കും. പക്ഷെ ചേച്ചിക്ക് അത് കറക്റ്റ് ആണോ തെറ്റാണോ, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കഥ പറയാനുണ്ടൊക്കെ ചേച്ചിക്ക് പറയാം. ഓക്കെ, രണ്ടുപേരുടെ ഫോട്ടോ ഉണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആരെയാണോ മുഖം വരുന്നത് അവരുടെ ഫേസ് കാണിക്കണം. ഒരു പെട്ടെന്ന് കാണിക്കണം. അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പുറത്ത് എന്താ കാണിക്കണെന്ന് വെച്ചിട്ടൊന്നും കള്ളക്കളി കാണിക്കരുത്. ഞാൻ ഒരുമിച്ച് ചോദിക്കും. എനിക്ക് നിങ്ങളെ വിശ്വാസം ഒരുമിച്ച് ചോദിക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ആരാണ്? പെട്ടത് ആണോ ചേച്ചി? അനു ചെലവാക്കും. നിങ്ങളെക്കാട്ടും ചെലവാക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് പൈസ കൂടുതൽ ചെലവാക്കാം? അങ്ങനെയല്ല, ഇപ്പം വീട്ടിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ബാക്കി കാര്യങ്ങൾ ഞാൻ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വാങ്ങത്തൊന്നുമില്ല. പിന്നെ ബാക്കി ബ്യൂട്ടി. വീട്ടിലേക്ക് ചെലവാക്കുന്ന ഒരു ചെലവാണോ എന്ന് ഞാൻ ആലോചിച്ചില്ല. വീട്ടിലത്തേക്ക് ഞാൻ ഇപ്പൊ ജിമ്മിൽ പോയി തുടങ്ങി. അപ്പൊ പോയിട്ട് വരുമ്പോ അമ്മ വീട്ടിലത്തേക്ക് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോ ജിമ്മിൽ പോയി തുടങ്ങി. അപ്പൊ ഡയറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചപ്പാത്തി ഹെൽത്തി ഫുഡായിട്ട് എന്നിട്ട് ഒറ്റയ്ക്ക് കൊണ്ടിട്ട് കഴിച്ചിട്ട് ഞാൻ കണ്ട ഇത് ഞാൻ കഴിച്ചു. അപ്പൊ അതിന്റെ അത് കഴിട്ട് ഞാൻ ചേച്ചി മാറ്റി. ഒറ്റയ്ക്ക് നിന്നെ സംഭവിക്കൂല. കൂട്ടത്തിൽ എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും ഈക്വൽ ആയിട്ട്. അപ്പൊ അവിടെ നടക്കുന്നില്ല ഡയറ്റിംഗ് പരിപാടിയൊക്കെ. ശരിക്കും ഇതിനോട് യോജിക്കുന്നുണ്ടോ? പൈസ ചെലവാക്കൽ ഏത് ശരിക്കും സ്വയം ചെലവാക്കുന്ന ഏറ്റവും കൂടുതൽ ഏത് കാര്യത്തിലാന്ന് തോന്നുന്നത്? സ്വയം അങ്ങനെയല്ലേ ചെയ്യാം. ഇപ്പൊ ജിമ്മിൽ പോയിട്ടൊക്കെ വരുമ്പോ അമ്മ പറയും മക്കളെ മലക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരണേ, സവാളയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങും. പിന്നെ എനിക്കുള്ളത് വാങ്ങും. ചേട്ടൻ ജിമ്മിൽ പോകുമ്പോൾ ചേട്ടൻ 1 ട്രം മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. പറയണോ? അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ജിമ്മായിട്ട് കാണാൻ നോക്കുന്നത്. ശരിക്കും എല്ലാ ദിവസവും പോകുന്നുണ്ടോ? ഞാനാണ് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ജിമ്മിൽ പോകുന്നത്. തിരിച്ചായിരിക്കും. ഇവിടെ പോകുമ്പോ അടിയായിരിക്കും ഉറങ്ങുന്നൊക്കെ. കറക്റ്റ്. ഓക്കെ, അടുത്തത് ചോദിക്കട്ടെ. ഒരു കടയിൽ കയറിയാൽ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആരാണ് ഈ കൂട്ടത്തില്? എല്ലാം ഞാൻ ആൾക്കാരാണോ റെഡിയാക്കിയിട്ടുള്ളത്? എന്തെങ്കിലും കഥയുണ്ടോ? നിങ്ങൾ ഒരുമിച്ചല്ലേ ഷോപ്പിംഗ് കൂടുതൽ ചെയ്യാ? എന്താ തോന്നുന്നത്? അതിപ്പോ ഞാനും അനുവും ഈക്വലാണ്. ഇപ്പൊ ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ നല്ല സെലക്ഷൻ ഒക്കെ ഉള്ളിടത്ത് പോയി എടുക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സ്ലൈഡ് പൊട്ട് ഞാൻ പോകത്തില്ല ഇപ്പൊ ഷോപ്പിങ്ങിന്. ഇവരെ കൂട്ടത്തിൽ രാവിലെ 10 മണിക്ക് പോയി രാത്രി 10 മണി എന്നാലും തീരത്തില്ല. എന്തെങ്കിലും നല്ലത് നോക്കി എടുക്കണ്ടേ? ഇപ്പൊ കുറച്ച് സമയം ഇപ്പൊ 2 പേർക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയണോണ്ട് ഇവർ രണ്ടും പൊയ്ക്കോ. ഇവനും ചേട്ടനൊക്കെ ആണെങ്കിൽ പോയ ഉടനെ എന്തെങ്കിലും എടുത്തിട്ട് വരണം. നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ നേരം നിൽക്കുന്ന ഇഷ്ടമല്ല, പെട്ടെന്ന് തിരിച്ചു വരണം. ഇവിടെ നിന്ന് ഞാനും ചേട്ടനും പോകുമ്പോ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഞാനും ചേട്ടനും ഏറ്റവും സൈഡ് ചേട്ടൻ ഇപ്പൊ പിന്നെ ചേട്ടനും കുറച്ച് സമയം എടുക്കണുണ്ട്. സ്റ്റുഡിയോയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് അത് ഒന്നും എടുക്കൂല, പക്ഷെ വെറുതെ എല്ലാം ട്രയൽ ചെയ്തു. ചേട്ടന് പേടിക്കണ്ടേ? വീട്ടിൽ കയറാൻ പറ്റൂലല്ലോ. ഞാൻ പെട്ടെന്ന് എടുക്കും.
ഇപ്പൊ ഞാൻ പെട്ടെന്ന് ചേട്ടൻ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ചേട്ടനാണ് ലേറ്റ് ആവുന്നത്, ഞാൻ എടുക്കും പെട്ടെന്ന്. ഓ എനിക്കൊന്ന് ആളുടെ കൂടെ ജീവിച്ചേ ആളുടെ കുറച്ച് കുറച്ച് സ്പീഡായി എല്ലാ കാര്യങ്ങളും. ഇവിടെ കുറച്ച് സ്ലോ ആയി. നിങ്ങൾക്ക് അങ്ങനെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ചേട്ടൻ ഞാനും ചേച്ചി അമ്മയും പോകുമ്പോ നമ്മള് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് പാർലറിലൊക്കെ പോയി സ്പായൊക്കെ ചെയ്ത് ഇവര് മൂന്നുപേരും ഇപ്പൊ എല്ലാത്തിനും പോകുന്ന ഞാൻ അമ്മ ഇങ്ങനെ കളിയാക്കും കേട്ടോ, ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് കളിയാക്കണത്. ഓ ഇവര് മൂന്നും ഒറ്റ കേട്ടോ. ഇവരിപ്പൊ ഇന്നലെ ആയിരുന്നില്ല, ഇന്ന് വരുന്ന മുമ്പേ ഇവര് മൂന്നും കൂടെയാണ് പോയത് രാവിലെ. ഇന്നലെ പോയി സ്പായൊക്കെ ചെയ്തു. അതിന് കൂട്ടിന് അമ്മയെ വിളിക്കും. പണ്ടൊക്കെ കിച്ചന് കൂട്ടായിരുന്നു, ഇപ്പൊ കിച്ചന് വേണ്ട, അനുവിനെ കൂട്ടാൻ തുടങ്ങി. അതിനിപ്പം കൂട്ടിന് അമ്മയെ വിളിക്കും എല്ലാത്തിനും. കറക്റ്റ് സ്ഥലത്താ പെട്ടത്. അമ്മയെ കളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ അനുവിനെ കളിയാക്കിയാണ്. ഇന്നിപ്പോ പോയിട്ട് വന്നു അമ്മ, ഞാൻ പറയുന്നത് അമ്മ പറഞ്ഞ് വിലക്കണം, ഒരു നേരത്തെ വരാൻ പറയണ, നിനക്കെന്ത്, നീ നിന്റെ കാര്യം നോക്കിയാ മതി. അങ്ങനത്തെ ഒരു ടൈപ്പാണ് എന്റെ അമ്മ. നല്ലൊരു അമ്മയാണ് കിട്ടിയിട്ടുള്ളത്. പലർക്കും അസൂയില്ല, സ്റ്റിൽ അന്ന് ഞാൻ പറഞ്ഞ പോലെ പല പെൺകുട്ടികൾക്കും അസൂയ തോന്നുന്ന ഒരു അമ്മയാണ് ആ അമ്മ. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള അമ്മ. ഇത് നമുക്ക് ഈ സമയത്ത് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല അമ്മേനെ കുറിച്ച്. സോ ആദ്യ സമയത്ത് എല്ലാരും പറഞ്ഞ അഭിനയായിരുന്നു പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇപ്പൊ അത് കറക്റ്റ് ആണെന്ന്, റിയൽ ആണെന്ന് മനസ്സിലായല്ലോ. ആ സമയത്ത് കമന്റ്സ് വന്നിട്ട് ഇപ്പോഴും ആളുകൂടെ എന്താ പറയാ, അന്ന് അത്തരം കമന്റ്സ് വന്നിട്ടേ ഇന്ന് നിങ്ങൾക്ക് കുറെ ദിവസമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നില്ലേ, അപ്പൊ കറക്റ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടിയല്ലോ. ശരിക്കും അമ്മ എങ്ങനെയാ ശരിക്കും? അമ്മ മനസ്സിൽ ഒന്നുമില്ല, ഒരു പുവർ ഹാർട്ടാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടണേ രാവിലെ നേരത്തെ എണീക്കാത്തോണ്ട്. എന്നാലും അമ്മ പറയും ഒരു 7:30 ആ സമയം. പിന്നെ ഇപ്പം കുഴപ്പമില്ല. ആദ്യം പെട്ടെന്നൊക്കെ ഇങ്ങനെ ഞാൻ വീട്ടിലാണെങ്കിൽ 10 മണി വരെയൊക്കെ ഞാൻ ഉറങ്ങുമായിരുന്നു എല്ലാരും കേട്ടോണം 10 വീട്ടില്. പിന്നെ ഇവിടെ വന്ന് കുഴപ്പമില്ല, ചേച്ചിയൊക്കെ എണീക്കുമ്പോ ഇപ്പൊ എഴുന്നേക്കും. പിന്നെ ആദ്യം കേൾക്കുന്ന നിക്കുമ്പോളെ സൗണ്ട് ആയിരിക്കും, അവള് നേരത്തെ എഴുന്നേക്കും, എന്റെ കൂടെ എണീറ്റ് ഡോറിൽ വന്ന് തട്ട് തുടങ്ങും. പിന്നെ അമ്മ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് ഒരു ജോലി വാങ്ങണമെന്നൊക്കെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ എന്റെ അടുത്ത് അമ്മ പറയും, മക്കളെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യും, PSC ഒക്കെ പോകും എന്നൊക്കെ പറയും. അങ്ങനെ ഡ്രീം ഒരു ജോലി വേണം എന്ന് ആഗ്രഹം? ഡ്രീം എനിക്ക് UPSC എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം അച്ഛന് പെട്ടെന്ന് വയ്യാണ്ടായപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കല്യാണം എടുത്തത്. അപ്പൊ ചേട്ടനും ഒരു ജോലിക്ക് PSCക്കൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ നല്ല ഇഷ്ടമാണ്, UK പോകാൻ ഇഷ്ടമാണ്. ജേർണലിസത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ജേർണലിസം കിട്ടി അങ്ങനെ പോകണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓ ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും യൂട്യൂബ് വരുമാനം, യൂട്യൂബ് ആശ്രയിക്കരുത്, നമുക്കായിട്ടൊരു ജോലി വേണം, അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ജോലി ചെയ്യണം, അങ്ങനെ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, ഒരു ചെറിയൊരു ബിസിനസ് അങ്ങനത്തെ ഒരു ഐഡിയാസ് മാത്രമേ ഉള്ളൂ. ഉണ്ട്. ഈ ഫീൽഡിൽ നിൽക്കുമ്പോ അങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത്. ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പം ചേട്ടൻ അംഗീകരിക്കുമ്പോൾ ചേട്ടൻ ഇങ്ങനെ സങ്കടം പറയും. വേറെ ഒന്നുമല്ല, ജോലിയില് ഒരു 3-4 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും വരും. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് നിൽക്കാനാണ് ചേട്ടൻ ഇഷ്ടം. ചേട്ടൻ ഇത് പറയടാ, നമുക്ക് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങാം. അപ്പൊ ഞാൻ പറയാം, ചേട്ടാ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഓരോ ഐഡിയാസ് തന്നെ ചേട്ടൻ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളിൽ നിന്ന് എൻ്റെ അടുത്ത് പറയും. പിന്നെ ചില കാര്യങ്ങൾ നമ്മളിവിടെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ ചേട്ടൻ വിളിക്കുമ്പോൾ, ആടാ നിങ്ങൾ ഡ്രസ്സ് ഇട്ടേ. ഇപ്പം നമ്മൾ വെളിയിറങ്ങി പോകുമ്പോഴേ ഇപ്പൊ ചേച്ചി നിക്കി ലക്കിയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേ വീഡിയോ കോൾ ചെയ്ത്, അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പായസം വെച്ചില്ലേ ചേച്ചി, അത് ഞങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂ ഫുഡ് കഴിക്കാൻ ചേട്ടൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എല്ലാ കാര്യം ചോദിച്ചു, പായസമൊക്കെ വെച്ചാ ഇഷ്ടപ്പെട്ട എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ നമ്മളിപ്പോ വേറെ ചോദിക്കും എന്തായി അവിടെ എന്തായി എന്നൊക്കെ. ചെറിയൊരു ഇത് ചേച്ചി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന്റെ. അപ്പൊ നമ്മൾ ചെന്നൈ ഇപ്പം കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കാനും എടുക്കാനൊക്കെ. അപ്പൊ ചേട്ടൻ രാവിലെ എണീറ്റ് നമ്മളിപ്പോ 11 മണിക്കുള്ള ട്രെയിനാണെങ്കിൽ ഉറങ്ങത്തില്ല. 11 മണിയാകുമ്പോൾ വിളിക്കും, പിന്നെ ഒരു 12 മണിയാകുമ്പോൾ വിളിക്കും, പിന്നെ ഒരു 1:30 ആകുമ്പോൾ വിളിക്കും രാത്രി. അതുപോലെ എങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് നമ്മൾ ആലോചിക്കും. ഉറങ്ങാണെങ്കിൽ എണീറ്റോ എന്നിട്ട് 5 മിനിറ്റ് കിച്ചു നീ നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മൾ ചേട്ടനെ പോലെയാണ് നട്ടു ചേട്ടൻ എന്ന് പറയുമ്പോൾ. ഇപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും എവിടെ പോയാലും ഇപ്പൊ നട്ടു ചേട്ടനെ വിളിക്കും, ഇതുപോലെ കാര്യങ്ങൾ ചോദിക്കും, ഐഡിയാസ് ഒക്കെ പറയും. ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്, കുടുംബത്തിലൊരു അംഗം പോലെ. വൈബ് എനിക്ക് മനസ്സിലായി വന്നപ്പോ തന്നെ ആ ഒരു കണക്ഷൻ എനിക്ക് മനസ്സിലായി. പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് നല്ല ദിവസങ്ങളിലായിരിക്കുമല്ലോ നമുക്ക് ചേട്ടൻ മിസ് ചെയ്യാ, ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുക. അപ്പൊ അതൊരു
എല്ലാ കാര്യവും ഓടി നടന്ന് നോക്കുന്ന കുടുംബത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ചേട്ടൻ ചെയ്യേണ്ട പല കാര്യങ്ങളാണ് അറിഞ്ഞ് ചേച്ചി ചെയ്യണത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സോ ആ സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടില്ലാത്തത് എത്രത്തോളം പെയിൻ ഉണ്ട്, അത് എങ്ങനെ അത് മാനേജ് ചെയ്യണേ? അത് ഞാൻ പുറത്തങ്ങനെ കാണിക്കൂല, മാക്സിമം ഉള്ളിൽ അങ്ങനെ വച്ചിരിക്കും. ചിലപ്പോൾ ഞാൻ അനുവിൻ്റെ അടുത്ത് പറയും, അനു ചേട്ടൻ്റെ കൂടെ മാസത്തിൽ ഒരിക്കലെങ്കിലും പോയെന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ പറയും. ചേച്ചി പറയും എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ. അങ്ങനെ മിസ് നമ്മൾ Of course. ഇപ്പൊ ചേട്ടൻ വീട്ടിലുണ്ട്, അപ്പം ചേട്ടൻ എവിടെയെങ്കിലും ഒക്കെ എന്നെ കൂട്ടാതെ പോകുമ്പോ എനിക്ക് ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് പുറത്ത്. അപ്പൊ ഇത്രയും മാസം ചേട്ടൻ ജോലിയിലൊക്കെ ഇരിക്കുമ്പോ ചേച്ചി എങ്ങനെയാണ് അത് മാനേജ് പിന്നെ ചേച്ചി നിന്ന് പറയും, ചേട്ടനെ വിളിച്ചിട്ട് പറയണ ഒരു മാസം കഴിഞ്ഞ്, അല്ല ചേച്ചി ഇങ്ങനെ ചേട്ടനെ വിളിച്ച് ചേട്ടാ ഞാൻ ഇതുപോലെ ഒരു മാസത്തിൽ വന്ന് ഞാൻ കാണട്ടെ ചേട്ടനെ എന്ന് പറയും. അപ്പം ചേട്ടൻ പറയും വേണ്ട വരണ്ട. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ കേട്ടെന്ന് വെച്ചു, കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ചേട്ടനെ വിളിച്ച് ഇന്ന് കേട്ടോ വന്ന കുഴപ്പമൊന്നും ഒരു മാസത്തിൽ ഒരിക്കലും ചേച്ചി ഒന്ന് വന്നിട്ട് പോണ കുഴപ്പമില്ല, വന്നിട്ട് പോയിട്ട് ഞാൻ ഇവിടെ നിൽക്കണ്ടേ, പിന്നെ എനിക്കത് പറ്റൂല, എനിക്ക് പറ്റൂല, ഒന്നാ എൻ്റെ പിള്ളേരെ കാണാതിരിക്കുന്നു, പിള്ളേരെ കാണാതിരിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പറയും. അപ്പൊ എനിക്ക് അതിന് ഭയങ്കര, എനിക്ക് എന്താ പറയാ, ഭയങ്കര സങ്കടം തോന്നും. ഇന്ന് ചേട്ടനെ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും പുള്ളിക്കാരി പകുതിയും പുറത്ത് കാണിക്കാതിരുന്നേന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇനി ഒരു 3-4 വർഷം കൂടെ ഉള്ളൂ, 8 വർഷം അങ്ങനെ ജീവിച്ചില്ലേ, ഇനി ഇത്രയും വർഷം കൂടെ ഉള്ളൂ എന്നേ. അപ്പം പിന്നെ ലക്കിയും ഒരു 4-4 ക്ലാസ്സിലൊക്കെ ആവും. പിന്നെ തിരിച്ച് ഇപ്പൊ ചേട്ടൻ വന്നിട്ട് രണ്ടിലാവും. ചേട്ടൻ വന്നിട്ടില്ലേ, തിരിച്ചു പോകുമ്പോഴായിരുന്നാലും എൻ്റെ അടുത്ത് പറയണം അവരാരെയും വിളിക്കും, വരാൻ നേരത്താണ് ഇവരെല്ലാം വിളിക്കും. അതിരെ കൊണ്ടുവരണം, ലക്കിയെ കൊണ്ടുവരണം, നിക്കിയെ കൊണ്ടുവരണം, അച്ഛനെ കൊണ്ടുവരണം, വരാൻ നേരത്ത് വിളിക്കും. പോവാൻ നേരത്ത് വിളിക്കൂല, വരണ്ടാന്ന് പറയും. കാരണം എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല നമ്മൾ അഥവാ ഉണ്ടെങ്കിൽ. ഭയങ്കര കരയൊന്നുമില്ല, കണ്ണുനീരൊന്നും വരില്ല, കൺട്രോൾ ചെയ്ത് വെക്കും. ഇപ്പം പിള്ളേരായി കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടന് ഒട്ടും പറ്റാത്തത്. അവരുടെ ഒരു വളർച്ച കാണാൻ പിള്ളേര് പെട്ടെന്ന് വലുതാവല്ലേ. സമയം കിട്ടുമ്പോഴും നോർമൽ കോള് വിളിക്കില്ല, വീഡിയോ കോളേ വിളിക്കുള്ളൂ. നിക്കി എന്ത് ചെയ്യണ് എന്നിട്ട് നിക്കി ഇങ്ങനെ ചോറ് വരി, അവര് ചേച്ചി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ചോറ് വരി ഇങ്ങനെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ കോൾ ചെയ്തിട്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ പിള്ളേര് ഭയങ്കര കണക്ഷനാണ് ചേട്ടനായിട്ട്. ചേട്ടൻ വന്നാലും ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ കൊതിയുള്ള ഒരാളാന്ന് തോന്നി. എന്നെ പോലെയാണ് ചേട്ടൻ, കൊച്ചുള്ള പിടിച്ചു വെച്ച് തിന്നെ ഉണ്ട്. പക്ഷെ ഒന്നും ഒരു അടി കൊടുക്കയോ അങ്ങനെ വഴക്ക് പറയണതൊന്നും ഇഷ്ടമായി. ഞാൻ പക്ഷെ അടിയൊക്കെ കൊടുക്കില്ല, രണ്ടുപേർക്ക് അടി കൊടുക്കും. പക്ഷെ ചേട്ടൻ അങ്ങനെ നോവിക്കത്ത് പോലും ഇല്ല, ചേട്ടൻ അങ്ങനെ നോവിക്കത്തോലും ഇല്ല. പിള്ളേരെ വഴക്ക് പറഞ്ഞ എന്നെ വഴക്ക് ഞാൻ ചേട്ടൻ അന്ന് കണ്ടപ്പോഴും എനിക്ക് പറയുമ്പോ മനസ്സിലാവും ഭയങ്കര ഒരു പാവമായിട്ടുള്ള ഒരു മനുഷ്യനാ. ഞാൻ എന്ത് ചെയ്താലും, ഞാൻ ഇപ്പൊ ലക്കി ഇപ്പൊ ഇരിക്കുകയാണ്, ഞാൻ വികൃതി അടിച്ച് ചുമ്മാ കൂടി നുള്ളു കൊടുത്തിട്ട് ഒന്നും അറിയാത്തോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്റെ ചേട്ടൻ കൊച്ചിനെ തൊടുന്നോളാ അതുപോലെ ഞാൻ വീണ്ടും ഒരു നുള്ളു കൊടുത്തിട്ട് വീണ്ടായിരിക്കും. ഈ ചേട്ടൻ ലക്കി ഒന്നും ചെയ്തില്ലെങ്കിലും പോകുന്ന വഴിക്ക് അവനൊരു നുള്ളു കൊടുത്തു. ഇവര് തമ്മിൽ ഭയങ്കര രസമാണല്ലോ ലക്കി ആയിട്ടുള്ളതൊക്കെ. ഇവ അങ്ങനെ ചെയ്തിട്ട് ഇവ അങ്ങോട്ട് മാറുമ്പോ അവൻ പുറകിൽ പോയി അവന് ഇടി കൊടുക്കും. ഒരേ പ്രായക്കാരുള്ള വികൃതികൾ. നിക്കി മോളാണെങ്കിൽ ഒരു ദിവസം വഴക്ക് കൊടുത്തപ്പം നാക്ക് നീട്ടി കാണിച്ചിട്ട് അവള് പോയി. അവളിത് കണ്ടുപിടിച്ചതൊക്കെ ഏതൊക്കെ ദേഷ്യം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നിക്കുവായിരുന്നു, മുഖത്ത് പോയി കരയായിരുന്നു നിക്കി. ഇപ്പൊ അങ്ങനെ മനസ്സിൽ പറഞ്ഞായിരിക്കും നീ പോടാ പോവായിരിക്കും. കുറച്ചുകൂടെ വലുതാവട്ടെ, എല്ലാം കൂടെ തരാതൊക്കെ കണക്കെഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ. അപ്പൊ അടുത്ത് ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ സർപ്രൈസ് തരുന്നത് ആരാണ്? പെട്ടെന്ന് പകുതിയൊക്കെ എടുത്ത് കാണിക്കും. സർപ്രൈസാ? അങ്ങോട്ട് നോക്കരുത് കേട്ടോ, കണ്ടോ? ഇല്ല, സർപ്രൈസ് തരുന്നത് ഇവിടാണ്, കിച്ചാണ്. രണ്ടുപേരും ആള് ഫോട്ടോ ചെയ്യുന്നല്ലേ കാണിച്ച 50 വർഷം കാണിച്ച എക്സ്പ്രഷൻ ആയിരുന്നു. ഓക്കെ, എന്തൊക്കെ സർപ്രൈസ്? ലാസ്റ്റ് ഒന്ന് സർപ്രൈസ് എന്താ? അനു കല്യാണം കഴിയുമ്പോ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അനുവിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞ് വീട്ടിൽ നമ്മൾ കേക്കൊക്കെ മാറ്റി നേരത്തെ സെറ്റ് ചെയ്ത്. അന്ന് ഞാൻ പറഞ്ഞു ഞാൻ വരുത്തൊന്നുമില്ല, എനിക്ക് വയ്യ, ഇനി ബർത്ത്ഡേ കൊച്ചു തന്നി. പക്ഷെ വീട്ടിലെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം പറഞ്ഞ് നേരത്തെ രാത്രിയാകുമ്പോൾ പോകണം അങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ തന്നെ രാത്രിയൊക്കെ ആയപ്പോൾ പിന്നെ വിളിച്ചു, ചേട്ടാ പറയാതെ പറയാണ്, ചേട്ടാ നാളത്തെ ദിവസമൊക്കെ അറിയാലോ. ഞാൻ നാളെ ദിവസം അറിയാം, അതിനെന്ത് കുഴപ്പമെന്ത്, 31, 30 അങ്ങനെയൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആണെന്ന് പറയൂല, അല്ല നമ്മൾ അങ്ങോട്ട് പറയണം, അങ്ങോട്ട് പറയണം ഇങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ അവിടെ എനിക്ക് വേറൊരു സ്ഥലത്ത് പോകണം, ശരിയപ്പോൾ എനിക്ക് ഒത്തിരി സംസാരിക്കാൻ പയ്യ, എനിക്ക് തല ഭയങ്കരമായിട്ട് വേദന.
അല്ലെങ്കിൽ എന്നോട് വിളിക്കുമ്പോൾ ഇങ്ങനെ തലവേദന എടുക്കും. ശരി അപ്പൊ ഞാൻ വയ്ക്കും. എന്നിട്ട് 5 മിനിറ്റ് മെസ്സേജ് ഇടും, ഉറങ്ങിയാ? ഓ ഞാൻ പറയാം, ഓ 2 ഉറക്കമായി. എന്നിട്ട് പിന്നെ ഞാനും ചേച്ചി അമ്മയും അച്ഛനും എല്ലാവരും കൂടി കേക്കൊക്കെ വാങ്ങിച്ച് രാത്രി നമ്മൾ ഇത്രയും പേരും പോയി കേക്ക് വാങ്ങി. അതൊക്കെ ഭയങ്കരമായിട്ട് അല്ലേനു. അതാണ് പക്ഷെ അതിന്റെ പ്ലാൻ മൊത്തം ചേച്ചിയിലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പോ അല്ലാതെ അനുവിനെ വേറെ അടുത്ത് കൊണ്ടുപോയി കേക്ക്. അതിനു മുമ്പ് ചേച്ചി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യം പോവാം, അങ്ങനെ കേക്കൊക്കെ വാങ്ങി. അങ്ങനെ ചേച്ചിയാണ് പോയി ഞാൻ അറിഞ്ഞു പോലുമില്ല. കേക്കൊക്കെ വാങ്ങിച്ച് ചേച്ചി വെച്ച്, ചേച്ചീനെ പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ച് നമ്മളങ്ങനെ രാത്രി പോയി. ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാന്ന് പറയുന്നത് ഭയങ്കര. ബർത്ത്ഡേയിലന്ന് അമ്മ എനിക്ക് കയ്യിൽ മൂക്കുത്തി തന്നു, ചേച്ചിയും ചേട്ടനും കൂടെ എനിക്ക് വാച്ച് തന്നു. അങ്ങനെ ചേച്ചി എന്നെ കൊണ്ടുപോയി നമ്മുടെ മൂക്കുത്തി. ഇത് ചേച്ചിയുടെ മൂക്കുത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്. അതങ്ങനെ സിസ്റ്റേഴ്സ് വരുമ്പോ നമ്മുടെ ഡ്രസ്സ് കാര്യം ജ്വല്ലറി ഒക്കെ കൊടുക്കുമല്ലോ. കൊടുക്കും. അല്ല ഇടുന്ന ഇടുന്നതൊക്കെ ആളെ എന്തെങ്കിലും സർപ്രൈസ് തന്നിട്ടുണ്ടോ മെമ്മറബിൾ ആയിട്ടുള്ള? ഇവള് അനു എനിക്കോ? പിന്നെ ആർക്ക്? അനു ഒന്നും തന്നിട്ടില്ലേ? മറന്ന ഇപ്പൊ എണ്ണായിട്ട് പറയാള് ഓർത്ത് പറഞ്ഞു. കല്യാണത്തിന് മുന്നേ ബർത്ത്ഡേക്ക് ഞാനൊരു ഫോട്ടോ ഫ്രെയിം ഒക്കെ വരച്ചു കൊടുത്തോ? എന്റെ ഫ്രണ്ടിന് വിട്ട് വരച്ചു കൊടുത്തു. പിന്നെ അത് ഞാൻ അറിഞ്ഞില്ല. നിന്റെ ബാഗിൽ വെച്ച് ഞാൻ ഇപ്പം ബസ്സിൽ അനുവിനെ കാണാൻ പോവുകയാണ്. അപ്പം കോളേജിൽ ആ പഠിക്കുകയാണ്. സമയത്തൊക്കെ ആണെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഇല്ല സത്യം പറഞ്ഞാല്. അപ്പൊ ഞാൻ കൂട്ടുകാരികളോടൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ ചേട്ടനെ വിളിച്ച് പൈസ വയ്ക്കും. ചേട്ടൻ അയച്ചു തന്നു ഞാൻ പൈസ. ഇപ്പോഴാണ് എന്റെ കയ്യിൽ പൈസ വന്നു തുടങ്ങിയത്. ഇനി നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് വരുന്നതായിരിക്കും. അത് ഞാൻ ഇപ്പൊ ഓരോ കാര്യങ്ങൾ അയച്ചു കൊടുക്കും. ഞാൻ PS5 കാര്യമൊക്കെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. കിട്ടിയാലോ? പുതിയ അപ്ഡേഷൻ ഇറങ്ങിയിട്ടുണ്ട്, പ്രോ ഇറങ്ങിയിട്ടുണ്ട്. PS5 വേണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മളെ ചുറ്റുള്ള ആൾക്കാരെ നമ്മുടെ കുറച്ച് ഇപ്പം സർപ്രൈസ് കൊടുക്കുക അതൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളും ചെയ്യണം എന്ന് പതിയെ വരും. എനിക്കത് ചേച്ചിയുടെ അടുത്താണ് നിങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നത്. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് കിട്ടിയത് എങ്ങനെയാണ്? ചേട്ടൻ്റെ ചേട്ടനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എനിക്കിപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേക്കോ വരൂലേ, അപ്പം ചേട്ടൻ്റെ ഫ്രണ്ട് വഴിയോ അല്ലെങ്കിൽ കിച്ച് വഴിയോ അല്ലെങ്കിൽ ഈ നമ്മൾ ഓർഡർ ഒക്കെ കൊണ്ടുവരുന്നില്ലേ ഡെലിവറി ബോയ്, അത് ഒന്നെങ്കിൽ മതിലിൽ അവിടെ വെച്ചിരിക്കും സാധനം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീടിനകത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഇവരെ കൊണ്ട് വയ്പ്പിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറയും നീ. ഞാൻ വീഡിയോ കോൾ ചെയ്ത് ചേച്ചി കാണാത്തിരിക്കുന്ന ചേട്ടൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. നീ ഇവിടെ വെച്ച് ഇങ്ങനെ എന്തെയും നീ അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് നീ പോയി എടുത്തോന്നു. അങ്ങനെ സർപ്രൈസ് ആയിട്ട്. ഭയങ്കര ആളും കഴിഞ്ഞ പ്രാവശ്യം മോതിരം അല്ലേ ചേട്ടൻ? ഞാൻ നേരത്തെ പോയി ഓർഡർ ചെയ്ത് മോതിരം ഞാൻ പോയി ജ്വല്ലറി പോയി നമ്മൾ വാങ്ങിയിട്ട് വെളിയിൽ കൊണ്ട് ആദ്യം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചേച്ചി വിളിച്ചു പറഞ്ഞു ഞാൻ ഫ്ലിപ്പിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്ത് ആ പയ്യ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്, അത് പോയി എടുക്കാൻ പറഞ്ഞു. എടുക്കാൻ ചേച്ചി വെളിയിലോട്ട് പോയപ്പോ ഞാൻ അകത്താണ് വെച്ചത്. അത് ഏറ്റവും ഫ്ലോപ്പായി. ചേച്ചി അകത്താണ് സാധനം വെച്ചിട്ടുണ്ട് മോതിരം. അവ എന്നെ വിളിച്ചെങ്കിൽ ചീത്തൊന്നുമില്ല. അങ്ങനെ അത് ഫ്ലോപ്പായി. പിന്നെ ചേച്ചി ഒന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ അഭിനയില്ല, ചേച്ചി ഒന്ന് അഭിനയി അതുപോലെ ഒന്ന്. അങ്ങനെ ചേച്ചി അഭിനയിച്ചു. നിങ്ങളുടെ ഇത്രയും വർഷം നിങ്ങൾ ലവ് മാരേജ് ആണ്, നിങ്ങളുടെ എങ്ങനെ കല്യാണം കഴിച്ചു, നിങ്ങളുടെ ലവ് സ്റ്റോറി ഒക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത്രയും നാളെ ഈ ലവ് ഇപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകുന്നതിനുള്ളൊരു ഒരു മാജിക് റീസൺ എന്താ? ഉള്ളില് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ലവ് അല്ലേ, അത് ഭയങ്കരമായിട്ട് കൂടുമല്ലോ. ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും ആയിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അയാളെടുത്ത്. ഇപ്പം ഞാനിപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നാലും ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടും. അല്ല അങ്ങനെ ഡൗൺ ആയിട്ട് അങ്ങനെ ഇരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, എങ്കിലും ചില സമയത്ത് ഇപ്പം മക്കളുടെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേനും ഞാൻ ഡൗൺ ആയിപ്പോയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ചേട്ടനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കും. ഇപ്പം പരസ്പരം നല്ല റെസ്പെക്റ്റ് ഉണ്ട് ഞാനും ചേട്ടനും തമ്മിൽ. പിന്നെ മനസ്സിലാക്കും, കുറ്റം പറയൂല. അഥവാ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടെങ്കിലും ചേട്ടൻ ആദ്യം വഴക്ക് പറഞ്ഞത് മനസ്സിലാക്കി തരും. എവിടെ നിന്നാണ് നിനക്ക് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് പറഞ്ഞത്. പിന്നെ എത്ര വർഷം പ്രേമിച്ചിട്ടുണ്ടായിരുന്നു? നമ്മള് ഒരു 3 വർഷം പ്രേമിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 8 വർഷമായി. പക്ഷെ അത് കൊണ്ടുപോവാന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒത്തിരി കപ്പിൾസ് ഉണ്ട് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ടും ദുബായിലായാലും
ഒരുമിച്ചുള്ള മൊമെന്റ്സ് അവർ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് പെട്ടെന്ന് കണക്ട് ആവും ഈ പറയുന്നത് എന്താണെന്നൊക്കെ. ചേച്ചി അല്ല നേരത്തെ അനു ഇല്ലേ, അനു ഫോൺ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അനുവിന്റെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും എന്തെങ്കിലും കാര്യത്തിൽ നിൽക്കുമ്പോഴേക്കും അനു വിളിക്കുന്നത് കല്യാണത്തിന് മുമ്പ്. അപ്പൊ എന്നോട് പറയും ചേട്ടനെ കണ്ടു പഠിക്കണുണ്ട്, ചേച്ചി എടുത്ത് ഭയങ്കര സ്നേഹമാണ്, കണ്ട വീട്ടിലാണെങ്കിൽ ഒരു ഇതും ഇല്ല കണ്ട. അപ്പൊ ഞാൻ പറയും നീ ഇവിടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വീട്ടിലൊന്നും ചേച്ചി അടിയൊന്നും നമ്മളെ വീട്ടില് നിക്കുമ്പം കീരിയും പാമ്പും പോലെയാണ്. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്റെ ചേട്ടനാണെങ്കിൽ ഈ മീൻ പിടിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ വരും. അതായത് ഏതെങ്കിലും ഒരു പൊട്ടക്കുളത്തിലോ എവിടെയെങ്കിലും ഒക്കെയാണ് പോണത്. അത് ഞാൻ പറയും ഈ രാത്രി, അതും രാത്രി 12 മണി അങ്ങനെയൊക്കെയാണ്. ചേട്ടൻ വരണ ഒരു മാസം ചേച്ചിയുടെ വായിക്ക് റെസ്റ്റ് ഇല്ല. മീൻ പിടിക്കാൻ പോകരുത്. ഞാൻ ഒന്നും അറിയാത്തോലും ഇങ്ങനെ മൈൻഡ് ചെയ്യാത്തോലും ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചേച്ചി എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒന്നും അറിയത്തില്ല. ചേട്ടൻ പറഞ്ഞു ഞാൻ വെളി ഇറങ്ങിയിട്ടുണ്ട്, ലൈറ്റ് എടുത്തോണ്ട് വെളിയിൽ കൂടെ വാ. അപ്പൊ അനു അവിടെ നിന്ന് ചേച്ചി എന്തെങ്കിലും പറയുന്ന രാവിലെ ആകുമ്പോ ഇവര് സംസാരിക്കുമല്ലോ, ലൈറ്റ് ഒക്കെ എടുത്തോണ്ട് പോകും, എവിടെ പോണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അനു കുരുപ്പേറ്റി വിട്ടു. പിന്നെ അമ്മേരെ ഉപദേശം, രാത്രി പോയി വല്ല പാമ്പ് കടിച്ച നീക്ക് എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. മീൻ പിടിക്കാൻ പോകണതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ ചേട്ടൻ തമ്മില് ചേട്ടൻ എന്നെക്കല്ല അപ്പുറമാണ്. വെറുതെ ഇരിക്കുമ്പോ ചേച്ചി ചൊറിയും, തലങ്ങനെ എടുത്തെറി അടി, എന്നിട്ട് അങ്ങോട്ടുമായിട്ട് ഒന്നും അറിയാത്ത പോലെ. അപ്പൊ ഞാനിന്റെ പറഞ്ഞു ഇവിടെ വരുമ്പോ കറക്റ്റ് ആയിക്കോളൂ. നമുക്കത് വിരല് സ്വഭാവല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോ ഞാനും അതുപോലെ അങ്ങ് മേച്ചായി പോയി. ഇത് അടുത്തിരിക്കുന്നതിനെക്കാട്ടി ദൂരെ ഇരിക്കുമ്പോ കുറച്ചും കൂടി സ്നേഹം ഉണ്ടാവുന്നു. അപ്പോഴായിരിക്കും മനസ്സിലാക്കാതെ കറക്റ്റ് ഇവിടെ. ഓക്കെ, അപ്പൊ അടുത്ത ചോദിക്കാം. റീൽസ് കണ്ടിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്നത് ആരാ? ആണോ? ഞാൻ അനുന്ന് വിചാരിച്ചേ. എന്തൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി പറ്റിക്കപ്പെട്ടിട്ടുണ്ട്? ഫ്ലിപ്പിൽ കയറിയിട്ട് ഞാൻ ചുമ്മാ രാവിലെ എണീക്കുമ്പോൾ നോക്കാം, ഇത് കൊള്ളാം, ഇത് ഓർഡർ ചെയ്തിട്ട്. കൂടുതലും ജിമ്മില് പോകുന്ന കോസ്റ്റ്യൂംസ് ഒക്കെയാണ്. ജിമ്മില് പോവില്ല, അത് മൊത്തം ഇപ്പോൾ അടിച്ചു മാറ്റി കൊണ്ടുപോകും, എന്നിട്ട് എന്നെ കുറ്റം പറയും. അതാണ് മെയിൻ. ഇത് എന്തായാലും ഉപയോഗിക്കില്ല, എന്നിട്ട് ഞാൻ ഉപയോഗിക്കാതായിരിക്കും ആള് ചിന്തിക്കുന്നുണ്ടാവാ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇപ്പത്തെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലിങ്ക് ചോദിക്കാന്നാണ് ഇപ്പത്തെ എന്റെ പ്രധാന വിനോദം. ലിങ്ക് ചോദിക്കുക, എല്ലാവരുടെ ലിങ്ക് ചോദിക്കും. കുറെ പേര് എനിക്ക് അയച്ചു തരും എന്റെ ലിങ്ക് കിട്ടിയെങ്കിൽ തരൂന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പൈസ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന ആള് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന കുറവാ? ഞാൻ അങ്ങനെ ഓൺലൈനില് സൺസ്ക്രീൻ അല്ലാത്തൊക്കെ നേരിട്ടാണ് വാങ്ങുന്നത്. അതാണ് ഇഷ്ടം തോന്നുന്നല്ലേ കുറച്ചും കൂടെ.